ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫ്. സുചിത്ര നായർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് ഒരു കാണുന്നത്, ഞാൻ ഇവരെയും കുറ്റപ്പെടുത്തുന്നതേ ഇല്ല. ഇനി ഇതിൻ്റെ സൈഡിനുള്ള നമുക്കറിയത്തില്ല. നടി ചിപ്പി. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. സീരിയൽ ആരാധകർ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഭയങ്കരമായിട്ട് ഉള്ളൊരു ഒരു ഓഡിയൻസ് ഇതാണ്, ബേസ് ഉള്ള സംഭവമാണ് സീരിയലുകൾ. അപ്പോൾ നിങ്ങൾ സീരിയൽ കാണുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീരിയൽ ഏതാണ്? ഓക്കെ, ഞാൻ മുൻകാലം കണ്ടിട്ടുണ്ട്. ജ്വാലയായി, മറ്റേ പണ്ടത്തെ കുറച്ച് ജ്വാലയായി, പിന്നെ അതൊക്കെ സിനിമയുണ്ട്, മധുമോഹനോ മറ്റേ ഒരുപാട് പരമ്പരകൾ ഉണ്ട്, മറന്നുപോയി. പിന്നെ നമ്മുടെ പ്രൊഫസർ ജയന്തിയുടെ ആ ഒരു കണ്ണീർ മഴയോ എന്ത് പേര് മറന്നു, കണ്ണീർ പൂവോ എന്തോ സംഭവം, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഷെല്ലിയൊക്കെ അഭിനയിച്ച്. സോ അങ്ങനെ ഒരു വലിയൊരു ആരാധക വൃന്ദമുണ്ട്. ഇപ്പോൾ ഇന്ന് നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നടക്കുന്നത് അറിയത്തില്ല. എനിവേ, എന്തായിരുന്നാലും പ്രൊഫസർ ജയന്തിക്ക് ശേഷം വേറൊരു വില്ലത്തിയായിട്ടൊരു പുള്ളിക്കാരത്തി എന്താണ് ഒരു വേറൊരു എന്തുവാണ് അമൃത, അതിന് പോട്ടെ, ഇതൊന്നല്ല നമ്മുടെ വിഷയം, അതല്ല. ഓക്കെ, അപ്പം ആ ഒരു സീരിയലുകളിൽ ഏറ്റവും വളരെ മലയാള പ്രേക്ഷകരെ അഥവാ സീരിയൽ പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ ഒരു സീരിയലാണ് സാന്ത്വനം. എല്ലാവർക്കും അറിയാം. ഈ സാന്ത്വനം എന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നീടുള്ള സാധനം കുറച്ച് സീരിയലുകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു 47-ാമത്തെ വയസ്സിൽ തന്നെ നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോണു. പേര് ശ്രദ്ധിച്ചേക്കണം, റോണു, അതല്ലാതെ ഈ രേണു അല്ല. ഓക്കെ, ഞാൻ അവരെയും ഇതായിട്ട് മോശമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, റോണു ശ്രദ്ധിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവർ ഇപ്പോൾ റോണു ചന്ദ്രൻ എന്ന് പറയുന്ന അവരുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ചില ആൾക്കാരുടെ പേര്, ഒരാളുടെ പേര് പറയുന്നു. ഒരു മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ, വേറെ ആരുമല്ല, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അവരുടെ പേര് വരുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് വരുന്ന ദിവസങ്ങളിൽ വളരെയധികം കോൺട്രവേഴ്സി ആവാൻ സാധ്യത ഉള്ളൊരു കേസാണ്. ഈ റോണു എൻ്റെയും ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ ഇവരുടെ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം അത്രയും വളരെ വലിയൊരു വീടൊക്കെ വെച്ച് ഇവരൊക്കെ ഒരു ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടയ്ക്കാണ് അദ്ദേഹം വിട്ടുപോകുന്നത്. ആ ഒരു വേർപിരിയലിന് ശേഷം ആ ഒരു കുടുംബം അനുഭവിക്കുന്ന ത്യാഗങ്ങളും യാതനകളും ഇവർ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ സാന്ത്വനം സീരിയലിൻ്റെയൊക്കെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സെറ്റപ്പൊക്കെ എന്ന് വെച്ചാൽ ചിപ്പിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് അവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അവരുടെ സൈഡിൽ നിന്നൊക്കെ ഇവർക്കുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും പല സ്ഥലങ്ങളും ഉയർന്നു കേട്ടിട്ടുള്ളത് അദ്ദേഹം ആ സീരിയലൊക്കെ വളരെയധികം TRPയിലും ഭയങ്കര റേറ്റിങ്ങിലൊക്കെ പോയിക്കൊണ്ടിരുന്ന, നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന മികച്ച സീരിയലിൻ്റെ അകത്തുള്ള സംവിധായകൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. മറുപക്ഷം പറയുന്നത് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ചില കയ്യിലിരിപ്പുകൾ, ഞാൻ അദ്ദേഹം മരണപ്പെട്ട ഒരു വ്യക്തിയെ മോശമാക്കാനല്ല, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ചിലപ്പോൾ നമുക്ക് പല ആൾക്കാർക്കും പലതും എഴുതാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങളൊക്കെയാണ് വന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നത്. എന്താണെങ്കിൽ ഈ റോണു പറയുന്ന കുറേ അധികം കാര്യങ്ങൾ വളരെയധികം കോൺട്രവേഴ്സ്യൽ ആവാൻ സാധ്യതയുള്ളതാണ്. അതൊരു നടിയുടെ പേര് അഥവാ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അവരുടെ പേരൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം അവർ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കേസ് അറിയുന്നത്. ഇതിനു മുമ്പ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്നതിനപ്പുറം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇന്നാണ് അറിയുന്നത്. അത് നമുക്ക് കാണാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അതൊരു ലേഡി ആയിരുന്നു, ഒരു ബിഗ് ബോസ് താരമായിരുന്നു എന്നുള്ളതാണ് റോണ് പറയുന്നത്. ഇതിപ്പോൾ ആരാണെന്നുള്ള കാര്യം ഇതിനകത്ത് പേര് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇൻട്രോയിലുള്ള സംഭവമാണ്, ബാക്കി കേൾക്കാം. നീ ഇതിന്റെ കുടുംബം ഇല്ലാതാക്കല്ലേ പറഞ്ഞു പിടിച്ചിട്ടുണ്ടോ റോണു? അവർക്ക് എന്ത് നഷ്ടപ്പെടാനാ കുടുംബത്തിൽ? ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു, അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ആ സ്ത്രീ ഇവരുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ഇവരുടെ ജീവിതം തന്നെ മാറി എന്നുള്ള രീതിയിലേക്കാണ്. അതായത് ഇവരെ കുടുംബ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു സ്ത്രീ പറയുകയാണ്. ഇപ്പം ഞാൻ പറയുന്നത്, ഇതിപ്പം റോണു എന്ന് പറയുന്ന ഈ മരണപ്പെട്ടു പോയ അകാലത്തിൽ നമ്മളെ വിട്ടുപോയിട്ടുള്ള ആ ഒരു മഹാനായ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ വിധവയാണ്. സ്വാഭാവികമായിട്ടും ഇതിന് ശേഷം അവരുടെ ആരോപണം വരുന്നത്, മുൾമുനയിലേക്ക് വരുന്നത് മറ്റൊരു സ്ത്രീയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ ഓർമ്മിക്കാം, നമ്മളിത് കേട്ട മതി കേൾക്കാത്ത മതി. ഇപ്പം അവർക്ക് അവരുടെ ഭാഗം പറയാം. അതിനകത്തുള്ള ചിലപ്പം ഇനി അടുത്തൊരു ലീഗൽ കോംപ്ലിക്കേഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു, അങ്ങേ സൈഡിലുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. ഇത് ഈ റോണുവിൻ്റെ സൈഡാണ്, അവരുടെ ഭാഗം നമുക്ക് തീർച്ചയായിട്ടും കേൾക്കാം. മറ്റേ സൈഡിലുള്ള അവരുടെ ഭാഗം ഇനി ഇതല്ല, ചുമ്മാ പറയാനാണെന്നുള്ള കാര്യം ഇനി അവരെന്താണ് പറയുന്നത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ സൈഡും കൂടെ കേൾക്കണം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഞാൻ വളരെയധികം കുറേ നാൾ ഞാൻ കാണിച്ചു തരാം. കുറേ നാളുകൊണ്ട് ഞാൻ ഇവരെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പോസ്റ്റുകളൊക്കെ ഇടയ്ക്ക് കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എടുത്ത് ഒന്ന് റിയാക്ട് ചെയ്താലോ. പക്ഷേ
ഇത് റിയാക്ട് ചെയ്യാൻ അവരുടെ പെർമിഷൻ വേണം. അത് മാത്രമല്ല അവരോട് ഞാൻ എന്തെന്ന് ചോദിക്കുക എന്നൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വളരെ വേദനിപ്പിക്കുന്ന പലതരത്തിലുള്ള പോസ്റ്റുകൾ തന്നെയാണ്. അതായത് ഇതാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ സ്വപ്ന വീട്. ഓക്കെ, സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നോ, സംഭവിക്കുന്നത് നല്ലതിനായിരുന്നോ, ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിനായിരിക്കുമോ എന്ന ലേറ്റസ്റ്റ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. ഇത് അവരുടെ കുടുംബ ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. അവർ വിശ്വസിച്ചു അവരുടെ അച്ഛനെ സ്നേഹിക്കുന്നവർ അവർക്ക് വേണ്ടി വരുമെന്ന് സഹായിക്കാൻ, വീടിന് ലക്ഷങ്ങളുടെ കടം അച്ഛനെ സഹായിക്കാൻ വരുമെന്ന് മക്കൾ വിശ്വസിച്ചു. സംവിധായകൻ ആദിത്യൻ്റെ ഭാര്യയുടെ കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നു. ഓക്കെ, അങ്ങനെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടല്ല പോസ്റ്റ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിനകത്ത് പറയുന്നുണ്ട്. സോ അദ്ദേഹത്തെ അതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇദ്ദേഹത്തിന്. ഇതാണ് വ്യക്തി, നമ്മുടെ ആദിത്യൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇന്ന് ജീവനോടെ ഇല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ FB പോസ്റ്റുകൾ കണ്ടിട്ട് സുഹൃത്തുക്കളാരോ ന്യൂസ് കൊടുത്ത താങ്ക്സ്. ഇതുപോലെ രണ്ടാമത്തെയാണ്, ഞാൻ പോലും അറിയാതെ ഇതുപോലെയൊക്കെ വാർത്തകൾ ഞങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷം. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളത്. ജീവിക്കാൻ വേണ്ടി സൊമാറ്റോ ഡെലിവറി ഗേളായി 1.5 വർഷം കഴിഞ്ഞു. കുടുംബം മുഴുവൻ രേണുവിൻ്റെ ചുമലിൽ. ആലോചിച്ച് നോക്കണം, ഇതിനകത്ത് ഉള്ള ഫോട്ടോ ഇത് സൂം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത്, ഞാൻ ഇവരെയും കുറ്റപ്പെടുത്തുന്നതേയില്ല, ഇനി ഇതിൻ്റെ സൈഡിനുള്ള നമുക്കറിയത്തില്ല. നടി ചിപ്പി, ആറ്റുകാൽ പൊങ്കാല എന്ന് കേൾക്കുമ്പോഴേക്കും എല്ലാവരും പെട്ടെന്ന് തെളിഞ്ഞു വരുന്നൊരു മുഖമാണ് ചിപ്പി. അതുപോലെ തന്നെ നമ്മുടെ രജപുത്രയാണോ അദ്ദേഹത്തിൻ്റെ ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്, അത് എന്തായാലും നിർമ്മാണ കമ്പനി, അദ്ദേഹത്തിൻ്റെ കമ്പനിയുണ്ട്. അതാണ് നമ്മുടെ തുടരും എന്നുള്ള സിനിമ എടുത്തത്, രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെയാണ് ആ നിർമ്മാണത്തിലാണ് ഈ ഒരു സിനിമ പൊയ്ക്കൊണ്ടിരുന്നത്. വളരെ വിനയാന്വിതനായി ഭയഭക്തി ബഹുമാനത്തോടെ സൈഡിൽ നിൽക്കുന്ന ആദിത്യൻ, ഈ ഫോട്ടോ എടുക്കുന്ന റോണു. ഓക്കെ, സോ ഇവരിൽ ഇവരുടെയൊക്കെ സഹായം ചിലപ്പോൾ പ്രതീക്ഷിച്ചെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവരല്ല, അങ്ങനെ ഒരു സാഹചര്യം സമൂഹം പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്കൊക്കെയാണ്. ഇതിന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരാളുടെ കഴിവിൻ്റെ അംഗീകാരം. വർഷം 1.5 ഇപ്പോഴും അവാർഡുകൾ ഭദ്രമായി തന്നെയുണ്ട്. താഴെ മക്കളുടെ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോ. സ്ഥലപരിമിതി കാരണം അത് അലമാരയിൽ. സൊമാറ്റോ ബാഗ് ഒരിക്കൽ ഞാൻ ഡെലിവറി ജോബിന് പോകാൻ വാങ്ങിയത്. അതിലുണ്ട് മക്കളുടെയും ചേട്ടൻ്റെയും സ്കൂൾ കോളേജ് ചെറിയ ട്രോഫി. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ഓരോരോ ന്യൂസ് കണ്ടിട്ട് തന്നെയാണ്. അതായത് ഇതുപോലൊരു സാഹചര്യം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇതിപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ ഫോട്ടോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വച്ചേക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, എനിവേ ഞാൻ അത് പറയുന്നില്ല. ഇനിയിപ്പം നമ്മൾ വെറുതെ വേറെ വിവാദത്തിലേക്ക് പോകുന്നില്ല. ഒരു ലൈവ് പ്രസവം കാണിച്ചിട്ട് എന്തെല്ലാം നെഗറ്റീവ്. ഓക്കെ, എനിവേ എന്തായിരുന്നാലും ഇത് നിരന്തരമായിട്ട് ഒരുപാട് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള സ്ട്രഗിൾസ് എല്ലാം അവർ ഈ ഒരു ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആരാണ് ആ വ്യക്തി എന്നുള്ളത് നമുക്ക് നോക്കാം. ബിഗ് ബോസിലെ ഒരു വ്യക്തിത്വമായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. ബട്ട് അത് ആരാണെന്നുള്ള കാര്യം നമുക്കറിയണമല്ലോ, നമുക്കറിയാം. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നങ്ങൾക്കൊരു തുടക്കം തന്നെ എന്ന് പറയാം. അതായത് നിങ്ങൾക്കിടയിൽ മൂന്നാമതൊരാൾ വന്നു. ആ മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അതൊരു ലേഡി ആയിരുന്നു, ബിഗ് ബോസ് താരമായിരുന്നു. പേര് പറയാം, അറിയായിരിക്കും. വാനമ്പാടി സീരിയലിന്റെ നായികയായിരുന്നു സുചിത്ര നായർ. ആ സ്ത്രീ ഞങ്ങളുടെ ലൈഫ്. സുചിത്ര നായർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ അവരെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് ഒരു സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള വളരെ വേദനാജനകമായ ലൈഫിൻ്റെ കാര്യം അവർ പറയുന്നതാണ്. അവരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അത് എങ്ങനെയൊക്കെയാണ് അവർക്കത് അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, അതിനകത്ത് എന്തൊക്കെ നടന്നുള്ള കാര്യം ആ സ്ത്രീക്ക് അല്ലാതെ വേറെ ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ ആദ്യമായിട്ട് ഈ ഒരു കാര്യം തുറന്നു പറയുന്നത്. അവരുടെ ജീവിതത്തിനെ തകർത്തതിൻ്റെ പിന്നിൽ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് മലക്കോട്ടെ വാലിബൻ സിനിമയ്ക്കകത്ത്, അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ അകത്ത് ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന അങ്ങനെ നമ്മുടെ സുചിത്ര നായർ ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുചിത്ര നായരാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ് പറഞ്ഞു വരുന്നത്. എനിവേ അറിയില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പർ സൈഡിൽ നിന്ന് വരേണ്ടതാണ്. എന്താണ് അവർ ഇവരുടെ ലൈഫിലേക്ക് ചെയ്തതെന്നുള്ളതായിരുന്നു നോക്കാം. വന്നു, അതിനുശേഷം ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. കുറച്ച് നാൾ മിണ്ടാതിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴും രോണു ആ വ്യക്തി കാരണമാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് രോണു ഈ തർക്കിച്ച് പറയാൻ കാരണം എന്താണ്? കാരണം അതിന്റെ ഇടയിൽ ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ഭാര്യ ഭർത്താവും കുറച്ച് എന്താ പറയാ, കുറച്ച് അതിനെ പറ്റി കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു. എനിക്ക് ലൊക്കേഷനിൽ കയറി ചെല്ലേണ്ടി വന്നു. അന്ന് സാന്ത്വനം സീരിയൽ നടക്കുന്ന സമയമാണ്. ലൊക്കേഷനിൽ ചെന്നപ്പോഴും അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ് അതിലൂടെ എനിക്കും പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പറയുന്നതിനകത്ത് അദ്ദേഹം അവരുമായിട്ടുള്ള അടുപ്പം എന്നുള്ള രീതിയിലേക്കാണ് സൂചിപ്പിച്ചു പോകുന്നത്. അപ്പോൾ സെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ പിണങ്ങി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട പല വിഷയങ്ങളുടെ അകത്തും ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ പല ലൈഫിനെയും തകർത്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പം ഇവിടെ റോണു എന്നുള്ള വ്യക്തിക്ക് ആ ഒരു ഇത് കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ, പിന്നെ ഇനിയൊരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, റോണു ആദിത്യൻ എന്നുള്ള ഇവരുടെ വിവാഹവും ഞാൻ മനസ്സിലാക്കിയെടുത്ത ലവ് മാരേജ് ആയിരുന്നു. അഥവാ ഒളിച്ചോട്ടമോ അങ്ങനെ എന്തോ ഒരു തരത്തിലേക്കുള്ള കല്യാണമായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ വായിച്ചിട്ടുള്ളൊരു ഓർമ്മയാണ്.
അങ്ങനെ അവർ പ്രണയവിവാഹമായിരുന്നു. അപ്പോൾ ആ പ്രണയവിവാഹത്തിലേക്ക് കടന്ന വ്യക്തികൾ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ 2 മക്കളുണ്ടാകുന്ന ഒരു ആൺകുട്ടി, ഒരു നല്ല സുന്ദരിക്കുട്ടിയായിട്ടൊരു മോളും സുന്ദരക്കുട്ടനായിട്ടുള്ളൊരു മോനും ഞാൻ കാണുന്നതാണ്. അപ്പം അവർ വളരെയധികം നന്നായിട്ട് ഇതായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അവരുടെ ലൈഫിനെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു മൊമെൻ്റ്. അദ്ദേഹം വേർപെട്ടതാണെങ്കിലും അതിന് മുമ്പ് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിൽ ഈ മൂന്നാമതായിട്ട് വന്ന ഒരു സ്ത്രീ എന്നുള്ള കാര്യം ഈ സുചിത്ര നായരെ കുറിച്ചാണ് ഇവിടെ ആരോപണം വരുന്നത്. ചേട്ടന് കുറച്ച് സൗഹൃദങ്ങളുണ്ട് ഈ ഫീൽഡിൽ തന്നെയുള്ള ചില സൗഹൃദങ്ങൾ, അവരോട് പോയി ഷെയർ ചെയ്യും, ഫാമിലി പ്രോബ്ലംസ് ഷെയർ ചെയ്തു. അതിന്റെ ഇടയിൽ എനിക്കും ചെറിയ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ആ സമയത്ത് എനിക്ക് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ട്. എനിക്കെന്ന് പറഞ്ഞു മോൻ, ഞാൻ ചേട്ടൻ ഇങ്ങനെ കട്ടിൽ ഞാനിങ്ങനെ ഇരിക്കുക, ചേട്ടൻ ചാരി ടീഷർട്ട് ഇട്ട് മോൻ ഇങ്ങനെ പിടിച്ചോണ്ട് ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ഈ ഫ്രണ്ട്സിനെ വിളിച്ചത് എപ്പോഴാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു വലിയ ഇതായിപ്പോയി. ചേട്ടന് വേദന വന്നപ്പോ ചേട്ടാ അടുത്തുള്ള ഭാര്യയെ വിളിച്ചില്ല, ഈ ഫ്രണ്ട്സിനെ വിളിച്ചു. ഇവിടെ നിസ്സഹായതയാണ് കേട്ടോ. കാരണം അവർ തമ്മിലുള്ള ചില പിണക്കങ്ങളും കാര്യങ്ങളും അദ്ദേഹവും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകത്തില്ല ഇതൊരു വലിയ സീരിയസ് ആയിട്ടുള്ളൊരു ഇതിലേക്ക് പോകുമെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചു. അദ്ദേഹം അവരുമായിട്ട് പിണക്കത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർ അറിയിക്കാതെ സുഹൃത്തുക്കളെ വിളിച്ചറിയിച്ചു. അപ്പോൾ സുഹൃത്തുക്കൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാണുന്ന രംഗം നോക്കുമ്പോൾ അവർക്ക് എന്താ, ഇദ്ദേഹം ഇങ്ങനെ വേദനിച്ച് ഇതിനായിട്ട് കിടക്കുന്നു, എന്നിട്ട് ഞങ്ങളെയാണ് വിളിച്ചത്, അപ്പോൾ എന്തൊക്കെ ഇവിടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം വേണമെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് മൈൻഡ് സെറ്റ് വെച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ചോദിക്കുന്നത്, സ്വന്തം ഭാര്യ ഇപ്പുറത്ത് കിടന്നിട്ട് ഭാര്യയെ വിളിക്കാതെ ഫ്രണ്ട്സിനെ വിളിക്കണമെങ്കിൽ അത്രമേലുള്ള പിണക്കം എന്തായിരുന്നു രോണു? ഒരു കുടുംബത്തിൽ സ്വാഭാവികമായിട്ടൊരു ഭർത്താവിനും ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ചേട്ടൻ മരണശേഷമാണ് അതിന്റെ കാര്യം. അങ്ങനെ സൗഹൃദങ്ങൾ വരുന്നു, സാമ്പത്തികമായിട്ട് അവരെ രക്ഷിക്കുന്നു. സാമ്പത്തികം അതിനനുസരിച്ചുള്ള തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട്. അന്നത്തെ ദിവസം നടന്നതുപോലും തിരിഞ്ഞു നോക്കിയില്ല. എന്നിട്ട് ആ ചേട്ടൻ ഫ്രണ്ട്സ് വീട്ടിൽ വന്നപ്പോ പട്ടിയും കുറച്ചു, വീട്ടിൽ പട്ടിയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോനെ ആരാ വന്നേ നോക്ക്, എത്ര പെട്ടെന്ന് ആരാ വന്നേന്ന് ചോദിച്ചപ്പോ ചേട്ടൻ 2 ഫ്രണ്ട്സ് വന്നു. ചേട്ടൻ സ്റ്റുഡിയോയിലുള്ള 2 ഫ്രണ്ട്സ്. അപ്പം ഈ ബാലൻസ് വിട്ട് ചേട്ടൻ ഫ്രണ്ടിലോട്ട് മറിഞ്ഞു. ഇവർ കാണുന്നത് ഫ്രണ്ടിൽ മറിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു നെഗറ്റീവ്. സാക്ഷികളൊന്നും എന്റെ മകനാണ് എന്റെ സാക്ഷി. അവർ വന്നിട്ട് ഈ നമ്മളെ താങ്ങി നിർത്തുമ്പോൾ ഒരു ബലം പിടമ്പെടുത്തേക്കും അത് മുമ്പോട്ടും അറിയില്ലേ. ഈ മുമ്പോട്ടും മറിഞ്ഞതും അവർ വന്നതുപോലെ ഏത് സിനിമയ്ക്കകത്താണെന്ന് ഓർമ്മയില്ല. നമ്മുടെ ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഉള്ള സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് ദേവരാജ പ്രതാപവർമ്മയോ, അതിനകത്ത് ഇങ്ങനെ കത്തി എടുത്ത് വെച്ചിട്ട് ഞാൻ ഊരാൻ വേണ്ടി ശ്രമിച്ചാണ്, രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്നുള്ള രീതിയിലേക്ക് പറയില്ലേ. ഒരേ സംഭവത്തിന് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴും അടുത്ത് കാണുമ്പോഴും 2 വിഷയമുണ്ട്. അടുത്ത് കാണുക എന്ന് വെച്ചാൽ മാനസികമായിട്ട് അടുത്ത് കാണുക, ദൂരെ നിന്ന് കാണുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വെറുത്തുകൊണ്ട് കാണുക. 2 ഡയമെൻഷനിൽ കാണാം. ഒരേ വിഷയത്തിന് തന്നെ നമുക്ക് 2 ഡയമെൻഷനിൽ എപ്പോഴും കാണാൻ പറ്റും. നല്ലതായിട്ട് കണ്ടു നോക്കിയാൽ ചിലത് നല്ലതായി പോകും. അതുകൊണ്ട് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ കാണത്തില്ല. പക്ഷെ നമുക്ക് മോശമായിട്ട് കാണാൻ നമുക്ക് എപ്പോഴും ആ ഒരു ആംഗിൾ എപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ തന്നെ എന്ത് കാര്യത്തിന് മിക്കവാറും ഒരു നെഗറ്റീവ് ഷെയ്ഡിലൂടെ ഒരു മോശത്തിൻ്റെ സെറ്റപ്പിലൂടെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മോശത്തിനെ അങ്ങോട്ട് വച്ച് വളർത്താൻ താല്പര്യപ്പെടും നമ്മൾ മിക്ക ആൾക്കാരും. അവർ പറഞ്ഞൊരു കാര്യം അത് ഈ ജെന്യുവൻ അല്ലാതിരിക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അവരുടെ ഈ ഫേസ്ബുക്ക് നിരന്തരം കാണുന്ന ഒരാളെന്ന നിലയ്ക്കും അവർ ഏറ്റവും കൂടുതൽ ഇന്നും ആ ഒരു വേദനയെ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവും എനിക്കറിയില്ല. അതിനുശേഷം അവര് 4 പേരുണ്ടായിരുന്നു. ചേട്ടനെ ഒക്കെ എടുത്ത് കാറിൽ കൊണ്ടുപോയി. പിന്നീട് വന്നത് ആദ്യത്തിനെ കാറിൽ കയറ്റിയപ്പോ ഭാര്യ വരാൻ മടിച്ചു. ഞാൻ 2 കുഞ്ഞുങ്ങൾ അവിടെ നിൽക്കുക. ഞാൻ ഇവരുടെ കൂടെ കയറിയിരുന്നു. ഇങ്ങനെ ചേട്ടൻ അന്നത്തെ ദിവസം അക്കൗണ്ടിൽ ബാലൻസ് എത്ര ഉണ്ടായിരുന്നു പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതൊക്കെയാണ് ലൈവിൽ കൊടുക്കുക. ലൈവിൽ കൊടുത്തെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ശാന്തി വിള ദിനേശ് പുള്ളിക്കാണ് കൊടുക്കുന്നത്. ഞാനിതൊന്നും പോയി പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല. പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞു. ശാന്തിവിള ദിനേശിനെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം റീലിനകത്ത് കാണുന്നത് എന്താണ്, തന്തേക്കാൾ മോശം മഹാമോശം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഡയലോഗ് അടിക്കുന്ന എന്നോട് ഇങ്ങോട്ട് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഞങ്ങൾ ഒരു വഴക്കിനിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴും തോന്നുന്നു നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ, നിങ്ങളുമായിട്ടുള്ള പ്രശ്നം എന്തിനു മൂന്നാമത് ഒരാളെ അതിന്റെ അകത്ത് കേട്ടുന്നു. ഇത് ഞാൻ ചേട്ടനോട് ചോദിച്ചതാണ്. അത് മോളെ എനിക്ക് തെറ്റു. ഇന്ന് പല കുടുംബങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് 2 പേർക്കിടയിലുള്ള പ്രശ്നം 2 പേര് തീർക്കണം. ഓക്കെ, ഇതിന്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ആ ഒരു വീഡിയോക്കകത്ത് മുഴുവനായിട്ട് പോയി കാണുക. ഏതാണ്ട് 30 മിനിറ്റോളം ഉണ്ട്. ഇത് സീരിയൽ ടുഡേ എന്ന് പറയുന്ന ചാനലിൻ്റെ അകത്താണ് വരുന്നത്. എൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ബിഗ് ബോസ് താരമാണ് റോണു ചന്ദ്രൻ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ബിഗ് ബോസിൽ വന്നപ്പോൾ എൻ്റെ ചന്തി വലുതല്ലേ എന്ന് ചോദിച്ച ആളാണ് സുചിത്ര നായർ. എന്താ കമൻ്റാണ്. സ്വന്തം ഭാര്യയെ ഗൗനിക്കാതെ അന്യസ്ത്രീകളിൽ ആകൃഷ്ടരായ സ്വന്തം കുടുംബത്തെ നശിപ്പിച്ച് ഇങ്ങനെ കടന്നു പോകുന്നതിൽ ഒരിക്കലും ഓർത്ത് ദുഃഖിക്കരുത്. ഇതാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്കും ജോലി ഉണ്ടായിരിക്കണമെന്ന് റോണു അഭിതയാടാ. റോണുവിനെ നന്നായി അറിയാം, എനിക്കറിയാവുന്ന കാര്യമാണ്. ആ സ്റ്റാറ്റസൊക്കെ ഓർമ്മയുണ്ട് റോണു ചേച്ചി.
അയാൾക്ക് വേണ്ട സഹായമല്ല, അത്യാവശ്യം സാലറിയുള്ള ജോലിയാണ് ഇയാൾക്ക്. മറ്റുള്ളവർ നോക്കും സഹായിക്കും എന്ന് ഓർത്ത് ജീവിച്ചിട്ട് കാര്യമില്ല. മരണം നടന്ന ഉടനെ പെട്ടെന്നൊരു കൈ സഹായം ചെയ്തു എന്ന് വെച്ച് എന്നും അവർ ചെയ്യണമെന്നോ എന്തോ അവകാശം ചോദിക്കുന്ന പോലെ ഉണ്ട്. പക്ഷേ രോണിനേക്കാൾ ബ്രോക്കണാണ് ഇവർ, രേണുവിനേക്കാൾ ബ്രോക്കണാണ് ഇവർ. പക്ഷേ മറ്റുള്ളവർ അനാവശ്യമായി പഴി കേൾക്കുന്നത് പോലെ തോന്നുന്നു. എനിക്ക് കുഞ്ഞിനെ പോലെ അറിയുന്ന കുട്ടിയാണ് റോണു. എപ്പോഴും ചിരിച്ച മുഖമാണ്, ഇത്രയും വിഷമമുണ്ടെന്ന് അറിഞ്ഞില്ല മോളെ എന്ന് എല്ലാവരും പറഞ്ഞു. ഞാനും അറിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു സംഭവം ഇവരുടെ ലൈഫിൻ്റെ അകത്ത് നടക്കുന്ന കാര്യം നമുക്ക് അറിയത്തില്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങളുടെ ലൈഫ് ആയിക്കോട്ടെ, ആരുടെ ലൈഫ് ആയിക്കോട്ടെ, ഇപ്പോൾ ഇവിടെ സുചിത്ര എന്ന് പറയുന്ന സുചിത്ര നായരുടെ പേരൊക്കെ വന്നു. അവർക്ക് മാത്രം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അവർക്ക് മാത്രം അറിയുന്ന കുറേയധികം കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണ് ഏതാണ് നമുക്കറിയില്ല. ബാക്കി ഇനി ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരും ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവരെ ഇപ്പം പബ്ലിക് സ്പേസിലൊന്നും കാണാനില്ല, എങ്ങും കാണാനില്ല. അധികം കാണാറുണ്ടോ എവിടെയെങ്കിലും സീരിയലിലോ വല്ലതിലുണ്ടോ? ഞാൻ കാണാറില്ല. ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല ഈ സീരിയൽ പരിപാടികളൊന്നും. അറിയാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയുന്നവർ പറയുക ഏതെങ്കിലും ഇതിൽ അവർ ചെയ്യുന്നുണ്ടോ എന്ന്. ഇനി ഇങ്ങനൊരു സംഭവം വന്നു, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? അതായത് ഈ ആദിത്യൻ എന്നുള്ള വ്യക്തി വളരെ സക്സസ്ഫുള്ളായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള 2-3 സീരിയൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അതിൻ്റെ പിന്നണിയിലുള്ള നിർമ്മാതാക്കളോ അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന ആൾക്കാരൊന്നും ഈ കുടുംബത്തിനെ സഹായിച്ചില്ല എന്നുള്ളൊരു കാര്യമാണ് സമൂഹത്തിൽ നിന്നും ഉയർന്ന ശബ്ദം. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതോടൊപ്പം തന്നെ ഇവർ ഈ പറഞ്ഞ കാര്യത്തിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.